എന്തെങ്കിലും വിശേഷം? ആകെ 10 പേരെ കാണുന്ന, ആരോടാ ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. 10 പേർക്കും പക്ഷെ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോർ ആൾക്കാർ കാണുകയാണെങ്കിൽ മോർ ആൾക്കാർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് റാൻഡമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോൺഫിഡൻസ് എവിടുന്നാണ് വന്നത്? എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? പേടിയില്ലേ? ഇൻസെക്യൂരിറ്റീസ് ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ടോ? പക്ഷെ വി ഓൾ ടാക്കിൾ ഇട്ട് അല്ലേ, അങ്ങനെയല്ലേ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഭയങ്കര ബിഗ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെയൊക്കെ ലൈഫിലൊരു ബിഗ് പ്രോബ്ലമാണ് ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ തോട്ട് ഐ ഷെയർ സം ഓഫ് മൈ എക്സാമ്പിൾസ്, ലൈഫ് സ്റ്റോറീസ്. ഒരുപാട് വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ അങ്ങ് വർത്താനം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ബേസിക്കലി ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും എൻ്റെ കെട്ടിനും കൂടെ കുറേ ചളി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ സ്ക്രോൾ ചെയ്ത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി ഒന്നും ഇല്ല, പിന്നെ വളരെ ഡംബായിട്ടുള്ള തിങ്സൊക്കെ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയെന്ന് കണ്ടോളൂ. വെറുതെ സമയം കിട്ടുമ്പോൾ കുറച്ചധികമൊക്കെ ചിരിക്കാനൊക്കെ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വെൽക്കം അഗെയിൻ ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ജനനി മൊഴിയ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. ഇൻസെക്യൂരിറ്റീസ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചങ്ങനാശ്ശേരിയിലാണ്. അത് കഴിഞ്ഞ് ഇവഞ്ച്വലി ഞാൻ കൊച്ചിയിലോട്ട് മൂവ് ചെയ്തു. കൊച്ചിലെ വളർന്നപ്പോൾ തൊട്ട് ജനിച്ചപ്പോൾ തൊട്ട് എനിക്കൊരു ബ്രൗണിഷ് ടോണാണ് എൻ്റെ സ്കിന്നിൻ്റെ, ലൈക്ക് ഒരു മിഡ് സാൻഡ് കളർ അങ്ങനെയൊക്കെ ആയിരുന്നു. ചിലവർ നമ്മുടെ നാട്ടിൽ മിഡ് സാൻഡ് എന്നൊന്നും പറയാൻ നിൽക്കത്തില്ല, കറുത്ത കൊച്ച് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഞാൻ എവിടെ പോയാലും എനിക്ക് പാട്ട്, ഡാൻസ്, അഭിനയം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ചാടിക്കേറി അതിനൊക്കെ പോകും. ആർട്ടിസ്റ്റിക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം ചെറുപ്പത്തിൽ. അപ്പനും അമ്മയും പഠിപ്പിക്കാനും വേണ്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ അല്ല എന്നെ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു, ഓ എന്നെ കഴിവ് കൊച്ചിന്, പക്ഷേ കറുത്ത കൊച്ച്. മനസ്സിലായോ? ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലവർ പറയും കാണാൻ എന്നെ അഴക് കൊച്ചിന്, പക്ഷെ കറുത്ത കൊച്ച്. സീരിയസ്ലി ഞാൻ പറയണം, ഇങ്ങനെയാണ് ആൾക്കാർ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ ബാക്കിയുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോഴോ അല്ലെ കറുത്തതെന്ന് പറയുന്നത് ഒരു പ്രശ്നമായി മാറി എനിക്ക്. മനസ്സിലായോ? അയ്യോ ഞാൻ കറുത്തതായിരിക്കുന്നത് എന്തോ ഒരു പ്രശ്നമാണ്, മനസ്സിലായോ? ഒരു സംഭവമാണ്. ആൻഡ് ഇത് നമ്മൾ കൊച്ചിലെ പോലെ ഈ കമ്പാരിസൺസ് അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നമാണെന്നിങ്ങനെ നമ്മൾ സൊസൈറ്റി ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ബിക്കമിങ് എ ഹെവിനെസ്. അങ്ങനെയായിരുന്നു ഞാൻ വളർന്നു വന്നത്. അപ്പം ഞാനൊരു കറുത്ത കുട്ടിയാണ്, സോ അതുകൊണ്ട് എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ ചിലയിടത്ത് ഫിറ്റ് ആവില്ല എന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സോ ഇവഞ്ച്വലി ഞാൻ വളർന്നു വലുതായി. എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അഭിനയിക്കണം, അഭിനേത്രി ആവണം, ആക്ട്രസ് ആവണം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ പലയിടത്ത് അപ്ലൈ ചെയ്തു. ചിലയിടത്തൊക്കെ കയറി പറ്റാൻ പറ്റി, ചിലയിടത്തൊന്നും പറ്റിയില്ല. പക്ഷെ അതിന് പോയപ്പോഴും അവിടുത്തെ ആൾക്കാരും പറയുന്നത് പക്ഷേ ഈ കൊച്ചു അടിപൊളിയായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ കറുത്ത, എൻ്റെ പാതാവേ കറുത്താന്ന് പറഞ്ഞിട്ട് എന്താ? എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ ആൾക്കാർക്കൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവരങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ അവരും വളർന്നു വന്നത്. മോൾഡ് ചെയ്യപ്പെട്ടത് അവർക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു അവരുടെ മുന്നുള്ള ജനറേഷൻ പറഞ്ഞു കൊടുത്തതും. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് അതൊരു വലിയൊരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. ഓക്കെ, ഈ ബ്ലാക്ക് ആയിരുന്നു എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ ഒരു ഡീമനായിരുന്നു. അത് ഞാൻ ഫൈറ്റ് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് പുറത്ത് വരാൻ. കാരണം ഞാനൊരു ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ, എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദിസ് ഈസ് ഹോൾഡിങ് മീ ബാക്ക്. മനസ്സിലായി? ഞാൻ കറുത്തതായിരുന്നു എന്നുള്ളൊരു പ്രശ്നം. പക്ഷേ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെ എന്നെ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് മാത്രമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. എൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, എനിക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. സോ ഐ ഷുഡ് നോട്ട്. ആൻഡ് എനിക്ക് ആ ബോധ്യം ഉണ്ടായി. ഇപ്പം ഞാൻ എന്ത് തേങ്ങയാണെങ്കിലും, ലൈക്ക് എനിക്ക് ഭയങ്കര കളർ ഉണ്ടായി പോലും സംബഡി ഈസ് ഗോയിങ് ടു ഫൈൻഡ് സം പ്രോബ്ലം ഇൻ മീ. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ തമന ആദ്യമൊക്കെ ഓഡീഷന് പൊക്കോണ്ടിരുന്ന സമയത്ത് കേട്ടോണ്ടിരുന്നത് പക്ഷെ അത് വെള്ളപ്പാറ്റയാണ്. സോ അത്ര കളർ ഉണ്ടായിരുന്ന അന്നേരം പറഞ്ഞത് വെള്ളപ്പാറ്റയാണ്. സംബഡി വിൽ ഫൈൻഡ് സംതിങ് ബാഡ് അബൌട്ട് യു നോ മാറ്റർ വാട്ട്. സോ ഞാനത് മനസ്സിലാക്കാൻ തുടങ്ങി ഇവഞ്ച്വലി. ദെൻ ഞാനത് എൻ്റെ ഒരു പ്രോബ്ലം ആക്കാൻ ശ്രമിക്കാതിരിക്കാൻ തുടങ്ങി. ആൻഡ് അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൂടി. സോ ഞാൻ ആസ് എ പേഴ്സൺ, എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ ഒരു കുറവായിട്ട് അത് കാണാതെ ഞാനതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്, എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്, ദിസ് ഈസ് ഹൂ ഐ ആം എന്ന് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ തിങ്സ് സ്റ്റാർട്ടഡ് ഫോളോയിങ് ഇൻ ലൈൻ ഫോർ മീ. എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ തുടങ്ങി. സോ പീപ്പിൾ ഈസ് ലൈക്ക്, ഓ മൈ ഗോഡ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അറിയോ നിങ്ങൾക്ക്? സോ ദ തിങ് ഈസ് ദാറ്റ് ഞാൻ അവിടുന്ന് പഠിച്ച ഒരു ലെസൺ എന്ന് പറയുന്നത്,
Nobody is gonna come and say you're amazing and I'm going to give this opportunity. No. People are always gonna try a fault in you. എവിടെയാണെങ്കിലും ലൈഫിൽ എന്തൊരു സംഭവത്തിലാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം ഇതായിരുന്നു അന്നത്തെ ഒരു ഫാക്ടറെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം വേറൊരു കാര്യമായിരിക്കും. അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. നമുക്ക് വിഷമം വരുമോ? എനിക്കറിയാം, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്ന സംഭവങ്ങളുണ്ട്. സോ വിഷമം വരും, പക്ഷെ ഇതുവരെ കേട്ട് ഇതുവഴി അങ്ങോട്ട് കല്ലി വലി. എൻ്റെ മമ്മി പഠിപ്പിച്ച കല്ലി വലി, ഡോണ്ട് കെയർ. മനസ്സിലായോ? ആൻഡ് നമ്മൾ അതൊന്നും കണക്കിലെടുക്കാതെ വി ആർ ഷോയിങ് വാട്ട് വി ആർ കേപ്പബിൾ ഓഫ്, തിങ്സ് വിൽ സ്റ്റാർട്ട് ഫോളിങ് ഇൻ ലൈൻ. വൺ ഓഫ് മൈ ഇൻസെക്യൂരിറ്റീസ് ഇതായിരുന്നു. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ഡിഡ്. സെക്കൻഡ് തിങ്, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കാനഡയിലോട്ട് വന്നു. കാനഡയിൽ പഠിക്കാൻ വന്നു. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് തന്നെ 8 വർഷമായി. 8 വർഷത്തിൽ ഞാൻ ഗെയിൻ ചെയ്തത് 20 കിലോസാണ്. 20 കിലോ. എൻ്റെ അമ്മ അത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോഴും പ്രശ്നമല്ലെന്നല്ല പറഞ്ഞ, ഇടക്കിടക്കൊക്കെ ഭയങ്കര പ്രശ്നം. അപ്പം ചില സമയങ്ങളൊക്കെ ചിലർ പറയും, കാണുമ്പോഴേ പറയുന്നത് സുഖമാണോ മോളെ എന്നെ ഉണ്ട്, അല്ലെങ്കിൽ സുഖമാണോ ചേച്ചി അല്ല സുഖമാണോ ഇടി, അങ്ങനെയൊന്നും അല്ല. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ ആദ്യം ചോദിക്കും, വണ്ണം വെച്ചല്ലേ? ഓ ഞാനും വണ്ണം വെച്ചു. എൻ്റെ തിമ്മ ഇത് മാത്രം ചിലപ്പോൾ സൗഹൃദം കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ഓൾറെഡി അതൊരു പ്രശ്നമായി തോന്നി തുടങ്ങിയ സമയത്ത് ആൾക്കാരും ഇത് ക്വസ്റ്റ്യൻ ചെയ്യാനും കമന്റ് ചെയ്യാനും പോയിന്റ് ഔട്ട് ചെയ്യാനും ശ്രമിച്ചപ്പോൾ ഇറ്റ് ബിക്കെയിം സോ മച്ച് ബോർഡൻ ടു മീ ആക്ച്വലി. ഇവിടെ വരുന്ന മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ഉള്ള ഒരു സംഭവമാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് പ്രിറ്റി നോർമൽ. കാരണം നമ്മൾ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രീസിൽ വരുമ്പോൾ, കാനഡ, US അങ്ങനെയുള്ള കൺട്രീസിൽ വരുമ്പോൾ വെയിറ്റ് ഗെയിൻ ഈസ് നോർമൽ. അങ്ങനെ വരാത്തവരുമുണ്ട്. ഈശ്വര, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, സാഗർ എന്ന് പറഞ്ഞ പേര്. എന്ത് കഴിച്ചാലും ദേഹത്ത് പിടിക്കില്ല. അവനെ പോലായിരുന്നു എൻ്റെ മെറ്റാബോളിസം ഉണ്ടെങ്കിൽ ഞാൻ എന്നീ രക്ഷപ്പെട്ടിരുന്ന് ഞാൻ ചില സമയത്ത് വിചാരിക്കണം. അങ്ങനെയല്ല, ഞാൻ ശ്വാസം വലിച്ചാലും വണ്ണം വെക്കും. എൻ്റെ കെട്ടിയവനും അങ്ങനെ തന്നെ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അതെൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി. അപ്പം ഇങ്ങനെ പല ആൾക്കാരും ഇതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഇവിടെ കാനഡയിൽ വന്നിട്ട് മലയാളികൾ തന്നെ, അല്ലെങ്കിൽ മലയാളികൾ കൂടുതലും കാനഡയിൽ വന്നിട്ടുള്ള ആൾക്കാർ പോലും ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. മനസ്സിലായോ? നമുക്കറിയാം. അപ്പോൾ ഇത് കാരണം എനിക്ക് ചില സമയത്ത് പുറത്തിറങ്ങാൻ ഇഷ്ടമില്ല. ചില സമയത്ത് എന്തെങ്കിലും ഒരു ഇവന്റ്സ് ഫംഗ്ഷൻ വന്നാൽ ഞാൻ മാറ്റി വെക്കും. ചില സ്ഥലത്ത് വിളിച്ചാൽ ഞാൻ പോവില്ല. ഇത് കാരണം ഈ ക്വസ്റ്റ്യനിങ് എനിക്ക് കേൾക്കാൻ വയ്യ. ഞാൻ വണ്ണം വെച്ചെന്ന് കണ്ടാൽ മനസ്സിലാവുന്നില്ല, പിന്നെ എന്തിനാ എന്നോട് ഇത് ചോദിക്കുന്നേ, അവിടെ അറിയും. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു മനസ്സിലെ തോട്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എഗെയിൻ ഐ ബ്രോട്ട് ലൈക്ക് ആ തോട്ട് എന്നെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. വണ്ണം വെച്ചോ കറുത്തിരിക്കോ വെളുത്തിരിക്കോ, ഹൂ കെയർസ്. എഗെയിൻ ഞാൻ ആസ് എ പേഴ്സൺ, എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആൾക്കാർ ഇന്നും എപ്പോഴും ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഹൗ യു ലുക്കിനെ ബേസ് ചെയ്താണ്. പക്ഷേ അങ്ങനെ ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം ശരിയാണ്, നമ്മൾ അതുകൊണ്ട് അതിനുള്ളിലായി പോകണം എന്നങ്ങോട്ട് എനിക്കങ്ങോട്ട് ഒത്തുകൊടുക്കാനൊരു ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടറാണ്. ഹൗ കോൺഫിഡൻറ്റ് ഐ ആം ഇൻ മൈ ഓൺ സ്കിൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ കുറേ അധികം ഫൈറ്റ് ചെയ്തു. ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര സങ്കടം വരുമായിരുന്നോ. ഭക്ഷണം കഴിക്കുമ്പോൾ സങ്കടം വരും. കാരണം ഈ ഭക്ഷണം കഴിച്ചാൽ ഞാൻ വണ്ണം വെക്കുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വണ്ണം ഉമ്മിതമായിട്ടുള്ളവർ വണ്ണം കുറയ്ക്കാൻ തന്നെ വേണം. കാരണം അത് ഹെൽത്ത് റീസൺസ് ഭയങ്കരമായിട്ടുണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം അത് കുറയ്ക്കുക തന്നെ വേണം. അതുകൊണ്ട് വണ്ണം വെച്ചിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാ, അതങ്ങോട്ട് ഓൺ ചെയ്തോ എന്നല്ല ഞാൻ പറയുന്നത്. വണ്ണം അമിതമായിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. സോ വി ഹാവ് ടു കട്ട് ഇറ്റ് ഡൗൺ. നമുക്കൊരു മെയിൻറ്റെയിൻ ബാലൻസ്ഡ് ഇതുണ്ടാവുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മളുള്ളിലേക്ക് എടുക്കാൻ പാടില്ല. So I started talking to myself. See Janani, this happened. നിനക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ you have to work for it. നീ കുറയ്ക്കണം. ബാക്കിയുള്ളവർ ചോദിക്കും, നീ വണ്ണം വെച്ചിരുന്നിട്ടല്ലേ ചോദിക്കുന്നേ. അതുകൊണ്ട് നീ ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്തിട്ട് നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നീ പോവാണ്ടിരിക്കുക. Who is missing? Nobody else is missing. You are missing, right? So ഞാനത് ഇവൻച്വലി പിക്ക് ചെയ്തു ആൻഡ് I built my attitude again. I don't care. This is who I am. Accept me or not. ഞാൻ വണ്ണം വെച്ചിരിക്കുകയാണ് and this is how I will be. Okay? And ഒരു മൂന്നാമത്തെ കാര്യം കൂടെ പറയാം. ഫിയർ, ജഡ്ജ്മെന്റ്, ഇതൊക്കെ ഒരു പ്രശ്നമായിരുന്നു എന്ന് ചോദിക്കുന്നവരോട് ഭയങ്കരമായിട്ട്, അത് ചേഞ്ചസ് വരുന്നത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. എനിക്കെപ്പോഴും കംഫർട്ട് സോൺ ആയിരുന്നു ഇഷ്ടം. പിന്നെ ഇവിടെ വന്നതിന് ശേഷം, നാട്ടിലായിരുന്ന പത്രയിൽ, ഇവിടെ വന്നതിന് ശേഷം എല്ലാത്തിനോടും ഒരു പേടിയായി തുടങ്ങി. അറിയില്ല എന്താന്ന്. പക്ഷേ എനിക്കറിയില്ല, ചില കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പേടിച്ചുള്ളിലിരിക്കണോ അതോ നമുക്ക് വേണ്ട കാര്യം റിസ്ക് എടുത്താണെങ്കിലും മുന്നോട്ട് പോകണോ?
നമുക്കൊരു ജീവിതമുള്ളൂ. നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു 50 വയസ്സായി കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്തത് എന്ന് തിങ്ക് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. സോ ടേക്ക് റിസ്ക്. ആൻഡ് ജഡ്ജ് ചെയ്യേണ്ടവർ എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഫിയേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന്റെ ഫിയേഴ്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഓവർകം ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് പേടിയുള്ള കാര്യമില്ലേ ഒന്ന് തന്നെ അങ്ങോട്ട് ചെയ്യാൻ ശ്രമിക്കാം. മനസ്സിലായോ? എന്ന് കരുതി വെള്ളത്തിൽ വീഴാൻ പേടിയാണ്, വെള്ളം പേടിയാണ്, നീന്താൻ അറിയില്ല എന്ന് കരുതി ഓടിച്ചാടിപ്പോയി വെള്ളത്തിൽ വീണ് അങ്ങനൊന്നും അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക. ഞാൻ പറയാം, എൻ്റെ പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാരണം എല്ലാവരും പറയുന്നത് ഞാൻ അങ്ങനെ അല്ല, ഞാനൊരു വലിയ എക്സ്ട്രോവേർട്ട് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും ഉള്ളിൽ അങ്ങനെ അല്ല. എനിക്ക് ആൾക്കാരൊക്കെ ഇഷ്ടമാണ്, സോഷ്യലൈസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് പുതിയ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുന്നത് എനിക്ക് ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. അതായത് ചില സമയത്ത് എനിക്ക് വേണ്ട, എനിക്കൊരു ഫിയറാണ്. സോ ഞാൻ കഴിവതും പോവാറില്ല പുതിയ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വന്നാൽ. പക്ഷേ അത് ശരിയല്ലല്ലോ. എൻ്റെ കെട്ടിയോ നേരെ ഓപ്പോസിറ്റാണ്. അത് ശരിയല്ല എന്നൊരു ധാരണ എനിക്ക് വന്നപ്പോൾ അത് കറക്റ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുമ്പോൾ, ദാറ്റ്സ് എ ബിഗസ്റ്റ് തിങ്. നമുക്കൊരു കാര്യമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നണം. ആ ഫേസിലോട്ട് നമ്മൾ എത്തണം, എന്നാലും ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു ഫേസിൽ വന്നപ്പം ഞാൻ ചെറിയ ചെറിയ പരിപാടികൾക്ക് അല്ലെങ്കിൽ പുതിയ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ വില്ലിങ് ആയി തുടങ്ങി. ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇറ്റ്സ് ഫൈൻ എന്നുള്ളത്. അപ്പോൾ ഇവൻച്വലി അത് മാറാൻ തുടങ്ങി. മനസ്സിലായോ? സോ ഇറ്റ്സ് പോസിബിൾ. ലൈക്ക് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരും യൂണിവേഴ്സും ഒക്കെ പറയുന്ന പോലെ എവറിത്തിങ് ഈസ് പോസിബിൾ. വി ഹാവ് ടു ട്രൈ ഇറ്റ്. നമ്മളാദ്യം നമ്മളിൽ കംഫർട്ടബിൾ ആവണം. നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് എന്താണെങ്കിലും വിച്ച് ഇസ് ഫൈൻഡോ, അതാണ് നമ്മളായിട്ട് മാറ്റുന്നത്. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസും നമ്മുടെ പെർഫെക്ഷൻസും നമ്മുടെ കൊള്ളരുതായ്മകളും നമ്മളെല്ലാം കൂടെ ആവുന്നത് അങ്ങനെ ആവുമ്പോഴാണ്. സോ നെവർ കമ്പയർ യുവർ സെൽഫ് ടു എനിബഡി എൽസ്. ആൻഡ് നിങ്ങൾ ഭയങ്കര സുന്ദരിയായിട്ടെന്ന് ഈ സൊസൈറ്റി പറയുന്ന ആ ഒരു ഫിറ്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഉൾപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ലിം ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡ്സ് ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ഈ ഇന്നത്തെ സോഷ്യൽ മീഡിയ ബിൽഡ് ചെയ്ത് വെക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ആവണ്ട ഫോർ യു ടു ബി യു. ബട്ട് വാട്ട് എവർ യു ആർ ഇൻ, യു ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഇറ്റ്. അതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു, കുറേ ഇപ്പോഴും ഉണ്ട്. ബട്ട് ഐ ട്രൈ ടു ഓൾവേസ് ഫൈറ്റ് ഇറ്റ്. കാരണം ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, നോബഡി റിയലി കെയർസ്. നിനക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ? ഹൂ കെയർസ്? നിനക്ക് വണ്ണം ഉണ്ടോ? ഹൂ കെയർസ്? നിനക്ക് നീ കറുത്താണോ വെളുത്താണോ, നിനക്ക് അതുണ്ടോ ഇതുണ്ടോ? ജെനുവിൻലി നോബഡി കെയർസ്. നമുക്ക് മാത്രമാണ് ഇൻസെക്യൂരിറ്റീസ് ഉള്ളപ്പോൾ ഓരോ കാര്യങ്ങളും മിസ്സാവുന്നത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമുക്ക് ട്രോമാസ് ഉണ്ടാവും അത് കാരണം. സോ നെവർ കമ്പയർ യുവർ സെൽഫ്. ഡോണ്ട് തിങ്ക് വാട്ട് അതേഴ്സ് തിങ്ക്. വാട്ട് എവർ മേക്സ് യു ഹാപ്പി, ബി ദാറ്റ് പേഴ്സൺ. പക്ഷെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഐ സ്ട്രോങ്ലി സജസ്റ്റ് വർക്ക് ഓൺ ഇറ്റ്. അല്ലാതെ അവിടെ കിടന്ന് ചീഞ്ഞ് നാറിപ്പോത്തേ ഉള്ളൂ. സോ വർക്ക് ഓൺ ഇറ്റ്. ഇപ്പം നമുക്ക് അങ്ങനെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ഹെൽപ്ലെസ് സിറ്റുവേഷൻ ആണെങ്കിൽ ഐ വുഡ് റിയലി സജസ്റ്റ് ട്രൈ മെഡിറ്റേഷൻ, ട്രൈ യോഗ. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണെങ്കിൽ ട്രൈ എ തെറാപ്പിസ്റ്റ്. അത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. തെറാപ്പിസ്റ്റിനെ കാണുന്ന ഒരു തെറ്റായ ഒരു കാര്യമില്ല. തെറാപ്പിസ്റ്റിനെ കാണുക, ഫൈൻഡ് വേ. അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുണ്ടെങ്കിലും വർക്ക് ഇറ്റ് ഔട്ട്. സംസാരിക്കുക, വെറുതെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കരുത്. ബിക്കോസ് ഇതെല്ലാം കൂടെ ഉള്ളിൽ അങ്ങോട്ട് വെച്ചോണ്ടിരുന്ന് അവസാനം ഉൾപ്പെടുന്ന ഒരു സാധനമാണ് ഡിപ്രഷൻ, വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് സ്റ്റേജ് ടു ബി ഇൻ. ഞാൻ അങ്ങനെ ആയിട്ടില്ല, ബട്ട് ഐ നോ മെനി പീപ്പിൾ who are in that stage. I don't want anybody else. എനിക്കറിയാവുന്ന ആരും തന്നെ, അല്ലെങ്കിൽ ആർക്കും തന്നെ ഈ ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടാവും ലൈഫ് സിറ്റുവേഷൻസ്. കാരണം ഇങ്ങനെ സംസാരിക്കാൻ ആൾക്കാരില്ല, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ ഞാൻ എത്തണം എന്ന് വിചാരിച്ച സ്ഥലത്ത് ഞാൻ എത്തിയില്ല, സൊസൈറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനായില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പം ദിസ് ഈസ് നോട്ട് വെയർ ഐ ഷുഡ് ബി. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. പ്ലീസ് എവിടെയെങ്കിലും ഓരോരോ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ വർക്ക് ഓൺ ഇറ്റ്. ബ്രിങ് യുവർ സെൽഫ് ബാക്ക്, സീക്ക് ഔട്ട് ഫോർ ഹെൽപ്പ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ
ബൈ ബൈ.